ഹലോ. ഇന്ന് രാവിലെ എഴുന്നേറ്റതാണ് കേട്ടോ. ഞാൻ ബാക്കിൽ ഇരുണ്ട് കിടക്കുന്ന രാത്രിയല്ല, രാവിലെയാണ്. ഇപ്പം സമയം വന്നിട്ട് ഒരു 4:15. ഞാൻ 3 മണിക്കല്ല 3:45 അലാറം വെച്ചതാണ് കേട്ടോ. എന്നിട്ട് 4:15 വരെ ഞാൻ കിടന്നു. ഇനി കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുത്തി ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നെനിക്ക് എൻ്റെ കുടുംബക്ഷേത്രത്തിലൊരു പൊങ്കാലയുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം വരുമ്പോഴേക്കും നമുക്ക് കഴിക്കാമല്ലോ. പിന്നെ ഉച്ചത്തേക്കുള്ള എന്തെങ്കിലും ആക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ ചോറെങ്കിലും ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും കുളിക്കണം. എങ്കിലേ എനിക്ക് 6:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങാൻ വേണം. പിന്നെ മോനെ ഒന്ന് എണീപ്പിച്ചൊക്കെ ഇരുത്തി കുളിപ്പിച്ചൊക്കെ എടുക്കണം. അപ്പോൾ ആദ്യം ചായയൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയിലോട്ട് പോകാം. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി. ആദ്യം ചായ ഇടാനുള്ള പരിപാടിയാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മൾ പാത്രങ്ങളെല്ലാം ഒരൊറ്റ കുട്ടയിലാണല്ലോ വെച്ചേക്കുന്നത്. അപ്പം വേറൊരു പാത്രം എടുക്കണമെങ്കിലും അതിൻ്റെ മേളിലത്തെ പാത്രങ്ങളെല്ലാം നമ്മൾ എടുക്കണം. പിന്നെ ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യപ്പെട്ടൊക്കെ എടുക്കുന്ന സമയത്ത് താഴെ എങ്ങാനും വീഴുന്നെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ട് മോൻ എണീക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ 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 പതുക്കെ സൂക്ഷിച്ചാണ് കേട്ടോ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് പുട്ടാണ് ഞാൻ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പഴം തലേ ദിവസം തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിന് വേണ്ട തേങ്ങയൊക്കെ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് തണുപ്പ് മാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പാലൊക്കെ എടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഇന്ന് നട്ട്സൊന്നും ഇട്ട് വേസ്റ്റൊന്നും അല്ല കേട്ടോ കൊടുക്കുന്നത്. അതിനുള്ള സമയമില്ല കാച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചായ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഐസ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് മുഖത്ത് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ എഴുന്നേൽക്കുന്ന ദിവസമുള്ളൊരു പഫ്നെസ് വരുമല്ലോ, അത് ഒരുപാട് സമയം നമ്മുടെ മുഖത്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അമൃതം പൊടിയാണ് കേട്ടോ. അമൃതം പൊടി എടുത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ചായ തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ചായ 1-2 തവണ ഒന്ന് തിളപ്പിച്ചെടുത്ത് എടുത്ത് ഞാൻ എല്ലാവർക്കും വേണ്ട രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഉള്ളത് ഞാൻ പാത്രത്തിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മോനുള്ളത് ഞാൻ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയം ആയതുകൊണ്ട് മോൻ അങ്ങനെ രാവിലെ എഴുന്നേറ്റിരുന്ന് അങ്ങനെ വിളിച്ച് കരയും എന്നുള്ളൊരു പേടിയില്ല. കാരണം ഇപ്പം ഈ ഒരു സമയമാണല്ലോ, നല്ല ഗാഢമായ നിദ്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷനൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ വേഗം അരി കഴുകി വെക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അരി മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ ചമ്പാവിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. മുന്നേ ഞാൻ വെള്ള റൈസായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇത് പിന്നെ ഇച്ചിരി സമയം എടുക്കും കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ കഴുകി എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അതും കൊണ്ടുപോയി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടി. ഇത് പിന്നെ വേഗം വെന്ത് കിട്ടും. എൻ്റെ ചേക്സൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇച്ചിരി പഴയതാണ്. അപ്പോൾ ആ അവസ്ഥയിലുള്ള ചേക്സണിൽ ഈ അരി കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോഴേക്കും നല്ല കറക്റ്റ് വേവായിട്ടിരുന്നിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ എല്ലാത്തിലുമൊക്കെ ആയിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പോകുമ്പോൾ മോന് പിന്നെ വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവന് മിക്കവാറും വിശക്കും. ഇപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ പോകുന്നതാണല്ലോ, അപ്പോൾ എന്തായാലും വിശക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പുട്ടിനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 2 മുട്ട കൂടെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് വന്നിട്ട് കഴിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പുട്ട് വയ്ക്കുന്ന ദിവസം ഞാൻ ആ കുടത്തിൽ തന്നെ മുട്ടയും കൂടി ഇട്ട് വേവിച്ചെടുക്കും. അതെനിക്കിപ്പോൾ ഒരു ശീലമായി. എന്നിട്ട് ഞാൻ പിന്നെ മാവൊക്കെ കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ 2 പരുവമാണ് കേട്ടോ. നമ്മൾ നനയ്ക്കുമ്പോൾ അമൃതം പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് വെള്ളം മതി. എന്നാൽ അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം വേണം തരും. അങ്ങനെ ഞാൻ കുഴച്ച് വന്നപ്പോഴേക്ക് ഇതൊന്ന് കട്ടയായി പോയിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ഇത് വരുന്നില്ല. ഇന്ന് ഞാൻ വെപ്രാളത്തിലെല്ലാം ചെയ്തുകൊണ്ട് നിന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇച്ചിരി ഒന്ന് കട്ടയായിട്ടാണ് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അരിയുടെ ആ ഒരു പൊടി ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. 2 മാവും 2 പരുവത്തിലായിപ്പോയി കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും എന്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കാനുണ്ടല്ലോ, ചവച്ചാണല്ലോ കഴിക്കുന്നതെന്നുള്ള സമാധാനത്തിൽ ഞാൻ വേഗം തന്നെ അത് ഞാൻ അടുപ്പത്തോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ മോന് കുളിക്കാനുള്ള വെള്ളവും കൂടെ ഞാൻ തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ട് എൻ്റെ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ കൂടുതൽ ഉച്ചത്തേക്കുള്ള ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ തന്നെ ഞാൻ ഇത്രയും ചെയ്ത് തീർന്നപ്പോഴേക്ക് സമയം 5 മണി ആയിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് മോനെ വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അരിയൊക്കെ തിളച്ചതിനെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ്റെ വെള്ളം തിളച്ചപ്പോൾ അതും ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. പുട്ട് ഞാൻ ഓരോ കുറ്റി വീതം വെക്കുന്നുണ്ട്, എടുത്ത് മാറ്റുന്നുണ്ട്. പുട്ട് വയ്ക്കുന്ന ദിവസം ഇവിടെ ഇച്ചിരി കൂടുതൽ പുട്ട് വെക്കാറുണ്ട്. കാരണം ചിലപ്പോൾ വൈകുന്നേരമൊക്കെ കഴിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അത് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഞാൻ ജഗ്ഗിലും പിന്നെ ഒരു വലിയ ബോട്ടിൽ വെള്ളം കൊണ്ടും പോകുന്നുണ്ട്. അപ്പോൾ അതിലത്തേക്ക് മാറ്റി ഞാൻ കുറച്ച് വെള്ളം കൂടെ പിടിച്ച് അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിനി അവിടെ ഇരുന്ന് ഒരു കുറ്റി കൂടെ എനിക്ക് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇനി ആ പുട്ട് അവിടെ ഇരുന്ന് ആയിക്കോളും. ഇനി എനിക്ക് ആ കിച്ചൻ്റെ സ്ലാബിലൊക്കെ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി.
പിന്നെ വീട്ടിൽ അമ്മയും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വെക്കുന്നുണ്ട് പോകുന്നതിന് മുന്നേ. അപ്പോൾ രണ്ടും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അവൻ ഏതാ വേണമെന്നുള്ളത് അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വീട്ടിൽ ഇഡ്ഡലിയാണ്, അപ്പോൾ അത് അമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുട്ട് നമ്മളെന്തായാലും ഇവിടെ നമുക്ക് പുട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. മോന് പുട്ട് ഇഷ്ടമാണ്, അപ്പോൾ അവനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പിന്നെ പുട്ട് വയ്ക്കുന്ന സമയത്ത് മാവ് കുറച്ചൊക്കെ വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനങ്ങ് തുടച്ച് മാറ്റി. പിന്നെ ഇന്നത്തേക്ക് കുടിക്കാനുള്ള വെള്ളം പൊതുവേ ഞാൻ തലേദിവസമാണ് കേട്ടോ ചൂടാക്കി വയ്ക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല തണുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ബാക്കി ഇരുന്നത് കൊണ്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ബാക്കി വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ അതും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മോൻ സുഖം ഉറക്കമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ഉറക്കം കണ്ടിട്ട് വിളിക്കാനേ മനസ്സുണ്ടായിരുന്നില്ല, പാവം തോന്നി കേട്ടോ. പിന്നെ നമുക്ക് പോകണമല്ലോ, എന്തായാലും വിളിച്ചുണർത്തി കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോയി വിളിച്ചിട്ട് ഞാൻ മോനെ വിളിച്ചപ്പോൾ തന്നെ മോനെ ചായ കൊണ്ടുവന്ന് ചായ തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ചായ കുടിക്കുന്ന അവന് പൊതുവേ അങ്ങനെയാണ് കേട്ടോ. ചായ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ആവേശമാണ് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, പിണക്കമൊന്നും ഇല്ലാണ്ട് എഴുന്നേൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മോനെ ചായ കൊണ്ടുവച്ചിരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് ആൾ പെട്ടെന്ന് തന്നെ പിണക്കമില്ലാണ്ട് എണീറ്റ് ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോന് സമയവും കാര്യങ്ങളൊന്നും അറിയില്ല. അവൻ എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേക്കെന്നുള്ള ഇതിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഞാൻ മോനെ ചായയൊക്കെ കുടിപ്പിച്ചിട്ട് വെള്ളം ചൂടാക്കിയതൊക്കെ കൊണ്ട് ഒഴിച്ച് മോനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അപ്പോൾ ഞാൻ സാരിയാണ് കേട്ടോ ഉടുക്കുന്നത്. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് മോൻ അവിടെ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന ബോക്സൊക്കെ എടുത്ത് വെച്ച് പിണക്കമൊന്നും ഇല്ലാണ്ട് രാവിലെ ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിണക്കമൊന്നും ഇല്ലാണ്ട് നല്ല മിടുക്കനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ ആയിരുന്നിട്ടും ഒട്ടും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുളിച്ച് വന്നിട്ടും ആ ഒരു കുളിച്ചെന്നുള്ളൊരു ഫീലും ഇല്ല. എന്നാൽ മുടി അങ്ങോട്ട് എനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് സമയം നിന്ന് ഫാനിൻ്റെ മുന്നിലൊക്കെ നിന്ന് മുടിയൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉണങ്ങിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇട്ടിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അതിനെനിക്ക് പറ്റിയില്ല, അതിനുള്ളത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നല്ല ചൂടുകൊണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി. അതായത് എൻ്റെ അമ്മമ്മയുടെ സാരിയാണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള സാരിയാണ്. ഒരുപാട് തവണ ഉടുത്ത് കഴുകിയ ഒരു സാരിയാണ് കേട്ടോ. ഏകദേശം കീറാറൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. അതിന് മോനെ ഡ്രസ്സ് ചെയ്യിക്കണം, പിന്നെ വീട് കൂട്ടുക പോകാമെന്നുള്ളതാണ്. ചേട്ടൻ നേരത്തെ തന്നെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് കിടന്ന് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. എന്തായാലും അടുക്കളയൊക്കെ ക്ലീനായി. പിന്നെ ബാക്ക് സൈഡിലെ ഡോറൊക്കെ പൂട്ടിയോ എന്നൊക്കെ ഉറപ്പ് വരുത്തി ഇനി നമുക്ക് പോകാം. പിന്നെ പോകുന്നതിന് മുന്നേ തന്നെ ഇവരെ തുറന്നൊക്കെ വിട്ട് ഇവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോയത്. ഇല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോഴേക്കും വിചാരിച്ച ആ ഒരു തിരക്കും ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ അല്ലെങ്കിൽ പൊതുവേ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല ആളാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ആളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ പോയി ഒന്ന് അകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പിന്നെ പൊങ്കാല ഇടാനുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അമ്മ അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള കല്ലൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. നമുക്കിവിടെ ഇപ്പോൾ ഇന്ന സമയത്ത് തന്നെ വന്നിടണമെന്നില്ല, 9 മണിക്ക് മുന്നേ എപ്പോൾ വേണമെങ്കിലും ഇട്ട് തീരാം എന്നുള്ളതായിരുന്നു. 8:30 പിന്നെ പൂജ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഇട്ട് തീർന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ കല്ലൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലൊക്കെ വെച്ച് നമ്മൾ അപ്പോൾ തന്നെ കത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്നതിന് മുന്നേ എൻ്റെ ഒരു കസിൻ ചേച്ചി പൊങ്കാലൊക്കെ ഇട്ടിരിപ്പായിരുന്നു കേട്ടോ ആൾ. അപ്പോൾ നമ്മൾ പിന്നെ അപ്പോഴപ്പോഴായിട്ട് ഒരാൾക്കാർ പോകുന്നതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് നമുക്ക് തീയൊന്നും എടുത്തുകൊണ്ട് തരില്ല. അപ്പോൾ തീപ്പെട്ടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കത്തിച്ച് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊങ്കാലയല്ല, നമ്മൾ ശർക്കര പായസമാണ് ഇടുന്നത് കേട്ടോ. നമ്മളങ്ങനെ പൊങ്കാല ഇടുന്നത് വളരെ കുറവാണ്. നമുക്കിവിടെ എല്ലാവർക്കും പായസം ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൂടുതലും പായസമാണ് കേട്ടോ വയ്ക്കാറുള്ളത്. അപ്പോൾ കുഞ്ഞാൾ വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നല്ല മിടുക്കനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആളുടെ കളിപ്പാട്ടും എല്ലാം ആയിട്ട് തന്നെയാണ് പോയത് കേട്ടോ. അങ്ങനെ അരിയൊക്കെ നമ്മൾ ഇട്ടു. അരിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മൾ പ്രാർത്ഥനയോടെ നമ്മുടെ പൊങ്കാലയൊക്കെ ഇട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ 2 പൊങ്കാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇച്ചിരി അവിടെ ചെന്ന് തൊഴുത് ഒന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് പതുക്കെയാണ് നമ്മൾ പൊങ്കാല ഇട്ട് തുടങ്ങിയത്. അപ്പം നിവേദ്യം നമുക്ക് 8:30 ആയപ്പം നടത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ ഇട്ടും തീർന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് 2 പൊങ്കാലയും കൊണ്ട് ഉള്ളിൽ വെച്ച് നിവേദിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പൂജയാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ വരാം. അപ്പം നമ്മളെന്തായാലും ഇങ്ങനെ കുടുംബക്ഷേത്രമാണല്ലോ, എപ്പോഴും നമ്മൾ പോകുന്നതുമല്ല. അപ്പോൾ അതുകൊണ്ട് പോയതുകൊണ്ട് നമ്മൾ പിന്നെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നിവേദിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോറ്റി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പൂജ നടക്കുന്ന സമയത്ത് ചേട്ടനൊന്ന് ഇടയ്ക്ക് വന്നിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന്
പുറത്തൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ പൊതുവെ അവിടെ പോകുമ്പോഴേക്കും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മുന്നേ ഈ അമ്പലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഒരു വളരെ ചെറിയൊരു അമ്പലമായിരുന്നു. ഇത് വർഷങ്ങൾ കഴിയുന്തോറും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ തറക്കല്ലും ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു ഉത്സവം വന്ന സമയത്താണ് ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയത്. പിന്നെ ഇവിടെയൊക്കെ ഇനി കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഈ ബാക്കി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടും ഒന്ന് പോയി കറങ്ങിയൊക്കെ നോക്കും. പിന്നെ അവിടെ നിൽക്കുന്ന ചെമ്പക മരത്തിലെ പൂവ് അതെപ്പോഴും ഞാൻ അവിടെ പോയാലും എനിക്കത് തലയിൽ വെക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് തലയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പിന്നെ പായസമായിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോയി പായസമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ മോനെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറി അടുക്കളയിലോട്ട് പോയതാണ്. അപ്പോഴേക്കും ചേട്ടൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മുട്ടയൊക്കെ എടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 10:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഇവർക്കെല്ലാം കൊടുത്തിട്ട് പോയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് ജനലും കാര്യങ്ങളൊക്കെ തുറന്നിടാമെന്ന് വിചാരിച്ചു. രാവിലെ എല്ലാം അടച്ചിട്ടേക്കായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ തുറന്നിട്ട് കുറച്ച് വായുവൊക്കെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് സമയം ഇരുന്നിട്ട് ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറിയിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ചോറ് മാത്രമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വാർക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് പിന്നെ മീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. മീൻ ഞാൻ ഐസ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അരപ്പൊക്കെ ഞാൻ അരച്ച് വെച്ചു. ഇടയ്ക്കൊന്ന് കറണ്ട് പോയി വരണുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അരപ്പ് അരച്ച് വെച്ചിട്ട് ഒരു തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പടവലവും പിന്നെ ഒരു ബീട്രൂട്ടും കുറച്ച് സവാളയും കൂടി എടുത്തിട്ട് ഞാൻ തോരനുള്ളതൊക്കെ അരിഞ്ഞെടുത്ത് അത് ഞാൻ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് കടുകൊക്കെ വറുത്ത് വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ തട്ടി അതിനെ അങ്ങ് ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഈ 2 സാധനവും കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് ഞാനൊരു തോരനങ്ങ് ആക്കിയതാണ്. അതിനവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ അറുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. നല്ല പച്ച മീനായിരുന്നു, നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല, ഇതിൻ്റെ പേരെന്താണോ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാണ്. ഇതിൻ്റെ വാല് വന്നിട്ട് മഞ്ഞ കളറാണ്, പക്ഷേ ഇതിൻ്റെ സ്കിന്ന് നമ്മൾ വലിച്ചൂരി എടുക്കും വേണം. അപ്പോൾ അങ്ങനത്തെ മീനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇച്ചിരി പാടുണ്ട് സംഭവം അറുത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. കുറച്ച് സമയം എടുത്താണെങ്കിലും ഞാൻ 2-3 കഷ്ണമൊക്കെ ആക്കി അറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് അതിനെ കഴുകിയൊക്കെ എടുത്തു. ഇത് ബോർഡൊന്നും ഞാൻ സോപ്പൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ അവസാനം ജോലി തീർന്നതിന് ശേഷം ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ മീനൊക്കെ കഴുകിയെടുത്ത് പിന്നെ ഞാൻ അത് അപ്പം തന്നെ അങ്ങ് ചട്ടിയിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ വേറെ ഒന്നും വെക്കുന്നൊന്നുമില്ല. തോരനും മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ മീൻ കറി തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവ് കേട്ടോ. അപ്പോഴേക്കിട്ട് തോരനുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം കുറച്ച് ഊറി അങ്ങനെ നിന്നതുകൊണ്ട് കുറച്ച് ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിയർത്തിങ്ങനെ ഒഴുകുമായിരുന്നു, വെള്ളം പൈപ്പ് തുറന്നിട്ടതുപോലെയാണ് വിയർത്ത് ഒഴുകുന്നത്. പിന്നെ ഞാൻ മീനൊക്കെ എടുത്ത് തട്ടി അതും കൂടെ അടുപ്പിലാക്കി വെച്ചിട്ട് എനിക്ക് എത്രയും വേഗം ഈ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി ഫാനിൻ്റെ അടുത്ത് പോയി ഇരിക്കണം, അതാണ് എൻ്റെ ആവശ്യം. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഫാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് കത്തില്ല. അടുപ്പ് അത്രയും ഇങ്ങനെ അണഞ്ഞ് കത്തിയിട്ട് നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതിനേക്കാളും നല്ലത് പെട്ടെന്ന് വെച്ചിട്ട് ഇറങ്ങി ഓടുന്നതെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ പിന്നെ തക്കാളിയും പിന്നെ എനിക്ക് ഈ മീൻ കറിയിൽ കിടക്കുന്ന മുരിങ്ങയ്ക്ക പിന്നെ അതുപോലെ പച്ചമുളക് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ അരിഞ്ഞിടുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയെല്ലാം കൂടെ ചേർത്ത് ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അത്രയായപ്പോഴേക്കും എൻ്റെ കഷ്ണത്തിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ഞാൻ തേങ്ങ മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ല, പൊടിയൊന്നും ചേർത്തിട്ടില്ല, തേങ്ങ മാത്രമായിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും എൻ്റെ അടുക്കളയിലുള്ള ജോലി എന്ന് പറയുക ഇനി ചെയ്യാനായിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി എനിക്ക് ഈ സ്ലാബ് തുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് തുടച്ചിട്ടിട്ട് ഞാൻ പിന്നെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റും പിന്നെ പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടി ഇട്ട് വയ്ക്കുന്ന പാത്രമാണ് കേട്ടോ. അത് വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് കഴുകി എടുത്തൊക്കെ വെച്ച് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അച്ഛനും മോനും കൂടെ കിടന്ന് ഉറക്കമാണ്. അപ്പോൾ എനിക്ക് അവർ കിടക്കുന്നുണ്ട്, അപ്പോൾ എനിക്കും ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആയി. ഇനി എനിക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കണം. പിന്നെ തുണിയൊക്കെ ഇഷ്ടംപോലെ തുണി മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് 2-3 ദിവസം അലക്കിയിട്ട തുണി അങ്ങനെ കട്ടിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് മടക്കി വയ്ക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ചൂട്, അടുക്കളയിലൊന്നും നിൽക്കാനേ പറ്റുന്നില്ല. സാധാരണ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് 10 മണിക്കകത്ത് തന്നെ അടുക്കളയിൽ നിന്ന് ജോലിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പുറത്തിറങ്ങും. അപ്പോൾ ഇന്നാണ് ഇത്രയും സമയം ഇപ്പോൾ പോയിട്ട് വന്നതുകൊണ്ട് വൈകിയല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്ന് അമ്പലത്തിൽ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ അല്ല, കുറച്ചുകൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും, കുറച്ചുകൂടെ പൊങ്കാലയൊക്കെ ഉണ്ടാവും. അപ്പം ഞാനത് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. എന്താ പറ്റിയെന്നറിയില്ല. പിന്നെ എന്തായാലും അമ്പലത്തിൽ രാവിലെ പോയത് നല്ല സന്തോഷമായി. പിന്നെ മോനും ഓടിയൊക്കെ കളിച്ച് കുറേ സമയം അവിടെ ആയിരുന്നല്ലോ, എന്തായാലും നല്ല രസമായിരുന്നു. പിന്നെ ഇനി എനിക്ക് വൈകുന്നേരമാണ് പണി. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചത്തേക്കുള്ള ചോറൊക്കെ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് കഴിച്ചാൽ മതി. മീനും ഏകദേശം ആയി വരുന്നുണ്ട്, ഓഫാക്കിയിട്ടില്ല, അടുപ്പിൽ തന്നെയാണ് കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും മുറ്റമൊക്കെ ഒന്ന് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ തുണി മടക്കുക അങ്ങനത്തെ കുറച്ച് വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കേണ്ട ദിവസമാണ്. പറ്റുമെങ്കിൽ അതും കൂടെ
എന്തൊക്കെ ചെയ്യണം എന്നെങ്ങനെയാണെന്ന് അറിയില്ല, ചൂടായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അച്ഛനും മോനും ഉറങ്ങുന്ന സ്ഥിതിക്ക് ഞാനപ്പോൾ കുറച്ച് സമയം പോയി കിടക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ കുറച്ച് സമയം പോയി കിടന്നിട്ടുണ്ടായിരുന്നു, ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു മഴ കോളിങ്ങനെ വന്ന കേട്ടോ. അപ്പം മഴ ഭയങ്കരമായിട്ടൊന്നും പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു വരവൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. അപ്പോൾ മോൻ ഇവിടെ മണ്ണിൽ കളിയും ബഹളമായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഒന്ന് മഴയൊക്കെ ഒന്ന് ചാറി കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങി. മെയിനായിട്ട് നമ്മുടെ പറമ്പിലോട്ടൊന്ന് പോകണം, അവിടെ തേങ്ങയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാറായോ നോക്കണം. പിന്നെ വാഴയിൽ കൊലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. കുറേ നാളായി നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി പുല്ലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് വെട്ടിയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയൊക്കെ ഇടണം, കാരണം ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ വന്ന് കിടക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ അങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കി. ഇനി ഈ പുല്ലൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കി എടുക്കേണ്ട കാര്യമുണ്ട്. അല്ലാണ്ട് നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങി ഒരുപാട് സമയമൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊത്തി തന്നാൽ പിന്നെ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അതാണല്ലോ സമയം. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നിന്നിട്ട് വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ. നമ്മളപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നതിന് ശേഷം പെട്ടെന്ന് ചായ ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. മോൻ വന്ന സമയത്ത് ചായ വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര വിളിയായിരുന്നു. കാരണം വരുന്ന സമയത്ത് നമ്മൾ ഒരു ചായക്കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് സമയം വണ്ടി ബ്ലോക്കായിട്ട് നിന്നതുകൊണ്ട് മോൻ ചായ വേണമെന്ന് പറയാമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്കിപ്പോൾ വാങ്ങിയാൽ തണുപ്പിച്ച് കൊണ്ടുവരുമ്പോഴേക്കും ഒരുപാട് സമയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് വീട്ടിൽ പാലുണ്ടല്ലോ, വീട്ടിൽ വന്നിട്ട് കുറച്ച് കൂടുതൽ എനിക്ക് അവന് കൊടുക്കുകയും ചെയ്യാം. മറ്റേ ഒരു ഗ്ലാസ്സൊക്കെ അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി ചായ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ, കാച്ചി കൊടുത്താൽ ഇച്ചിരി കൂടുതൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തു. അച്ഛനും മോനും ഇവിടെ കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം ഞാൻ റൂമിൽ കയറി തുണി മടക്കാനാണ് തുടങ്ങിയത്. തുണി ഇതിപ്പോൾ 2 ദിവസത്തെ തുണിയാണ്, 2 തവണ നനച്ച തുണിയാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ ഒരുപാട് തുണി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും തുണിയുണ്ട്. പിന്നെ മോനും കുഞ്ഞു കുഞ്ഞു തുണികളാണല്ലോ, നമുക്ക് വലുതാണെങ്കിൽ മടക്കുമ്പോൾ പെട്ടെന്ന് തീരും. മറ്റേ കുഞ്ഞു കുഞ്ഞു തുണിയുമ്പോൾ ഒരുപാട് നമുക്കുള്ളതുപോലെ തോന്നും. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ മടക്കുന്നതാണ്. മടിയൻ മല ചുമക്കും, അതെപ്പോഴും എനിക്കറിയാം. പക്ഷേ ഞാൻ മടിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഇരട്ടി പണി കിട്ടുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് അതെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം തന്നെ മുറ്റത്തോട്ട് ഇറങ്ങി മുറ്റമൊക്കെ ഒന്ന് അടിച്ച്, ചെറിയ മഴ ചാറിയിട്ടുണ്ടായിരുന്നെങ്കിലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ചൂട് അങ്ങനെ ആയതുകൊണ്ട് അപ്പം തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുറ്റമൊക്കെ ഫ്രണ്ട് മാത്രം ഞാൻ ഒന്ന് അടിച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് അപ്പം തന്നെ കത്തിക്കുകയും ചെയ്തു കേട്ടോ. ഇത് ഇനി കിടന്നിട്ട് ഇനി രാത്രി എങ്ങാനും മഴ പെയ്താൽ എനിക്ക് പണിയാവും. അപ്പോൾ അതുകൊണ്ട് പുകഞ്ഞായാലും അതങ്ങ് കത്തി. പിന്നെ ഞാൻ വീടിനുള്ളിൽ കയറിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അത്യാവശ്യം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നേ. ഇത് മോൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ കവർ കൊണ്ട് കിടന്ന് കളിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. ആ കിടക്കുന്നത് പാമ്പല്ല, അത് ബെൽറ്റാണ് കേട്ടോ, പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അടിച്ച് കൊണ്ട് പോയതാണ്. അങ്ങനെ വീടിനകം മൊത്തത്തിൽ ഞാൻ ആദ്യം ഒന്ന് അടിച്ച് ക്ലീനാക്കി. ഇനി കുളിക്കണമല്ലോ, രാവിലെ കുളിച്ചതല്ലേ. അപ്പോൾ അതിന് മുന്നേ ഞാൻ തലയൊക്കെ വീർത്താകെ മുഷിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഷാമ്പു വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എണ്ണ വാരി പൊരിയൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുതിർന്നിരിക്കും. അപ്പോൾ നമ്മൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുമ്പോഴേക്കും അഴുക്കെല്ലാം നന്നായിട്ട് അത് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റേണ്ട ദിവസമാണ്. അതൊക്കെ മോൻ എഴുതാൻ വേണ്ടിയിട്ട് കൊണ്ടുവയ്ക്കുന്ന പേപ്പറാണ് ബെഡിൽ. അങ്ങനെ അതൊക്കെ മാറ്റി, പഴയതെല്ലാം മാറ്റി പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, പുതിയ തലയണ കവർ എല്ലാം ഇട്ട് ബെഡും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബ്ലാങ്കറ്റ് എനിക്ക് കഴുകാൻ സമയമായിട്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളോ എനിക്കത് കഴുകും വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീടൊക്കെ തുടയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവണം സമയം രാത്രി. അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ തറയൊക്കെ തുടച്ചെടുത്തു. അത്യാവശ്യം നല്ല രീതിക്ക് പഴുക്കുണ്ട്. ഇപ്പം വെയിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റ് വീശുമ്പോൾ ഉള്ളിലോട്ട് പൊടി കയറുന്നത് കൊണ്ട് അഴുക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം കണ്ട് ആയിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തുടച്ചെടുത്തിട്ട് ഞാൻ പിന്നെ മേശയും കൂടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ മോൻ പായസം കഴിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. നമ്മൾ പൊങ്കാലയിട്ട പായസം കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി. പിന്നെ അപ്പുറത്തിരിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റാണ് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കുളി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എത്രയായപ്പോഴേക്കും എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7:30 ആവാറായിട്ടുണ്ട്. വിയർത്ത് ഒരു പരുവായിട്ടുണ്ട്. ഇനി വേഗം പോയി കുളിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ വേഗം തന്നെ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് വന്ന് ഫാനൊക്കെ ഇട്ട് നിന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ ഇത്രയും സമയമായിട്ട് ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. എനിക്കപ്പോൾ എന്തോ ഇങ്ങനെ വേണം എന്നൊരു തോന്നലായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വെള്ളം ദാഹിച്ചതാണ്. പിന്നെ ഞാൻ വേഗം തന്നെ വെള്ളമൊക്കെ കുടിച്ചു. ചൂട് സമയമായതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിനും കുറവൊന്നുമില്ല. പക്ഷേ ഒന്നും വിയർത്ത് എല്ലാം പോകുന്നതുകൊണ്ട് വീണ്ടും ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിശപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇപ്പം കഴിക്കാത്തത്
ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് 2 ഇഡ്ഡലിയെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് കഴിക്കാൻ തീരുമാനിച്ചു. ചോറ് വേണ്ടാന്ന് വെച്ചോട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രിയും ഇത്രയും പണിയൊക്കെ എടുത്തതുകൊണ്ട് നന്നായിട്ട് വിശന്നു കേട്ടോ. പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല. അച്ഛനും മോനും കഴിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അവർ തന്നെ കഴിച്ചോളും. അപ്പം ഞാൻ 2 ഇഡ്ഡലിയും കുറച്ച് കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനും നന്നായിട്ട് കഴിച്ചു. പിന്നെ സിറ്റ് ഔട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തറ മാത്രം വൃത്തിയാക്കിയിട്ടേ ഉള്ളൂ. സിറ്റ് ഔട്ട് ഒന്ന് അങ്ങനെ വാരി വലിച്ചിട്ടതുപോലെ കിടപ്പുണ്ട്. അത് ഇവിടുത്തെ ഈ വലിയ കുട്ടി വാരി വലിച്ചിടുന്നതാണ്. അതിപ്പോൾ എത്ര നമ്മൾ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഒന്ന് വീടിങ്ങനെ കയറി നടന്ന് കാണുമായിരുന്നു. എനിക്കതെപ്പോഴും ഉള്ളതാണ്. വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ കയറി നടന്ന് കാണണം. അത് വൃത്തിയായിട്ടിരിക്കുന്നത് കണ്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ പോയി കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.